تو بیهون لب ده تو به مداث مرهم مشكاهلهن كادرين وبكرم فولهين وسرها زو ومشامشلهن ذالي وامي من سفر لرمشو أبو مسمك فالوحو وبرم شامشلهن ركض شوفارك ليتو كليليهن قذلو هاليلويا سوي مبارشيهن ബിശ്യേമാബോ ബ്രോറുഹു ഹയക്കാദിശോ യാദാലോ ഷാരിറോലോ ലവുൽമീൻ ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരായിരിക്കുന്ന ദൈവജനമേ, കർത്തൃദിവസവും കർത്താവിൻ്റെ വചനത്തെ ഉള്ളിലേക്ക് ഇറക്കി അതിൻ്റെ പൊരുൾ പരിശുദ്ധാത്മാവ് നമുക്ക് തിരിച്ചു തന്ന് അനുതാപത്തിൻ്റെയും ആരാധനയുടെയും മധ്യേ വചനം ജഡമായി തീർന്നവനെ ഭക്ഷിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഭവനങ്ങളിലേക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന യാത്രാ ഭക്ഷണങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ പോകുവാനായിട്ട് അതിമനോഹരമായ സ്വർഗീയ വിരുന്നിൽ നമ്മളിപ്പോൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സ്വർഗീയ അത്താഴത്തിൻ്റെ പങ്കാളിത്തമാണ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ തൻ്റെ കാൽവറി യാഗത്തോട് ചേർന്ന് അവനെ ആരാധിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നിത്യതയുടെ ഒരു അനുഭവത്തിൽ തന്നെ ആരാധന കഴിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം കർത്താവായ യേശുമിശിഹ തമ്പുരാനിലേക്ക് ഉയർത്തി നിർത്തിക്കൊണ്ട് ആത്മീയമായി ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗീയ മാലാഖമാരോടൊന്നിച്ചാണ് നമ്മളവനെ വാഴ്ത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മുടെ ദൈവവും രക്ഷിതാവും നമ്മുടെ ആശ്രയമാവുന്നു. വചനത്തിൻ്റെ പൊരുൾ തിരിച്ചറിഞ്ഞതിന് ശേഷം അത് കേട്ട് അത് ഗ്രഹിച്ച് മാനസാന്തരമുണ്ടായി കർത്താവിൻ്റെ തിരുശരീരം ഭക്ഷിക്കുമ്പോൾ ഈ നിത്യാവസ്ഥയിലേക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ ആത്മബോധത്തിന് സമാധാനവും ശാന്തിയും കിട്ടും. ഇന്ന് പരിശുദ്ധ പിതാക്കന്മാർ നമുക്കായി ക്രമീകരിച്ചു തന്നിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളാണ്. പെന്തക്കോസ്തയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചകളിൽ ഇനി മുതൽ ഈ ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ പ്രതിപാദിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള ആഴ്ചകളിലെല്ലാം തിരുവചന ധ്യാനങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊന്നുമല്ല, ജീവൻ്റെ അപ്പമായ മിശിഹാ തമ്പുരാനിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് പിതാക്കന്മാർ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ജീവൻ്റെ അപ്പം. കഴിഞ്ഞ ഞായറാഴ്ചയും ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു എന്നുള്ള കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ സൗന്ദര്യമുള്ള സുഗന്ധമുള്ള വചനം നമ്മളിലേക്ക് പ്രവേശിച്ചു. ഇന്ന് കർത്താവ് എന്തിനായി ഈ ലോകത്തിലേക്ക് വന്നുവോ അതിൻ്റെ അടയാളമായിട്ട് താൻ സഹിയോൻ മാളികയിൽ ഒരു നിത്യവിരുന്ന് സ്ഥാപിച്ച് ശിഷ്യന്മാരെ അതിൽ പങ്കാളികളാക്കി. എന്നാൽ ഈ ഒരു നിത്യതയുടെ രഹസ്യമായ ശുശ്രൂഷയുടെ അടയാളമായി കർത്താവ് തൻ്റെ പരസ്യ ജീവിതകാലത്ത്
നടത്തിയ ഒരു അത്ഭുതമാണ് ഇന്നത്തെ പിതാക്കന്മാർ നമുക്ക് കൈമാറുന്ന വേദവചനഭാഗം. ഇപ്രകാരം പറയുന്നു: അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി. അനേകർ കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീർന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ സൗഖ്യമാക്കുമ്പോൾ അനേകർ ആ വലിയ ശുശ്രൂഷയെ പങ്കാളികളായി തീർന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഈ ശുശ്രൂഷ ചെയ്തത് തനിക്ക് അപ്പം വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തന്ന് നിങ്ങളെ തൃപ്തരാക്കുവാൻ കഴിയുമെന്നും, എന്നാൽ യഥാർത്ഥമായ ജീവൻ്റെ അപ്പം താനാണെന്നും അത് തിന്നുന്നവന് ഒരു നാളും വിശക്കുകയില്ല എന്നുള്ളതും കൂടെ സ്ഥാപിക്കുവാനായിട്ടാണ് എല്ലാവരും തിന്ന് തൃപ്തരായി എന്ന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവത്തിൽ പറയുന്നത്. നമുക്കറിയാം 20-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളും പൈതങ്ങളും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 5000 പുരുഷന്മാർ ഓൾറെഡി ഉണ്ട്. അവരുടെ സ്ത്രീകളും എന്ന് പറയുമ്പോൾ തന്നെ 10000-മായി. കുഞ്ഞുങ്ങൾ ഇന്നത്തെ പോലെ അല്ല, 1-ലും 2-ലും അല്ല, അതിൽ കൂടുതലുണ്ട്. ഇനി 2 എന്നുള്ള ഒരു സംഖ്യയിൽ തന്നെ വെച്ചാൽ തന്നെ അവിടെ തന്നെ 10000 പേർ വേറെയായി. ചുരുക്കം പറഞ്ഞാൽ ഏകദേശം 20,000 25,000 പേർ കൂടിയിരിക്കുന്ന ഒരു മഹാ കൺവെൻഷൻ. ആ കൺവെൻഷൻ എത്ര ദിവസം നീണ്ടുവെന്നറിയാമോ? 3 ദിവസം. ഒരാളുടെ വചനം കേൾക്കുവാനായിട്ട് 20,000 പേരോളം തടിച്ചുകൂടി, വിശപ്പില്ല, ദാഹമില്ല, 3 ദിവസം. നമുക്ക് 3 മണിക്കൂർ പോലും ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്തിനെ 3 മണിക്കൂർ? 1 മണിക്കൂർ വചനം കേൾക്കുമ്പോഴത്തേന് നമുക്ക് ആകപ്പാടെ ബുദ്ധിമുട്ടുണ്ടാകും. ഇന്നത്തെ കാലം 1 മണിക്കൂർ പോയിട്ട് 60 സെക്കൻഡിൽ കൂടുതൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഒന്നിലും ശ്രദ്ധ വയ്ക്കുവാൻ പറ്റില്ല എന്നാണ് പഠനം. അപ്പോഴാണ് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ. കർത്താവ് ഇവിടെ 3 ദിവസം. പക്ഷേ ദൈവിക രഹസ്യങ്ങൾ തിരിച്ചറിയുവാൻ മനസ്സ് വെച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവനും അതിനായിട്ട് ആഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവന് മാത്രമേ അതിന് സമയം ബാധകമല്ല. കാരണം സമയത്തിനതീതമായി ഇരിക്കുന്ന, വളരെ ഉയർന്ന ഡയമെൻഷനിലിരിക്കുന്ന മഹാദൈവത്തെ 1 സെക്കൻഡ് കൊണ്ടോ 60 സെക്കൻഡ് കൊണ്ടോ എങ്ങനെ വ്യാഖ്യാനിക്കുവാനാണ്? പക്ഷേ ആ ദൈവാനുഭവം നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ വചനത്തിനും കർത്താവിൻ്റെ തിരുശരീരത്തിനും സാധിക്കും. അതുകൊണ്ട് അവിടെ കൂടിയിരുന്ന എല്ലാവരും തിന്ന് തൃപ്തരായി എന്നാണ് പറഞ്ഞത്. അവരെല്ലാവരും ഭക്ഷിച്ചു. ഒരു കാലത്ത് ഞാനും ഇതിനെ മറ്റൊരു രീതിയിലാണ് കണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ തൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20,000 പേര് ഈ 5 അപ്പം കൊണ്ട് എങ്ങനെ ഭക്ഷിക്കാനാണ് എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നതാണ്. പക്ഷെ പരിശുദ്ധാത്മാ ബോധ്യമാക്കി തന്നു, അങ്ങനെയല്ല. അവർ വയറ് നിറച്ച് ഭക്ഷിച്ചു. ഹി മൾട്ടിപ്ലൈഡ് ദ ലോസ്. അപ്പത്തെ വർദ്ധിപ്പിച്ചു. നമ്മുടെ ഉള്ളിൽ ജീവൻ്റെ അപ്പത്തെയാണ് വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും അത്രയും വന്നിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അപ്പോൾ വർദ്ധിപ്പിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ച് വരേണ്ടതും കർത്താവ് വർദ്ധിപ്പിച്ച് തരുന്നതും എന്താണ്? ജീവനാണ്. എങ്ങനെ? അപ്പത്തിൽ കൂടി. ഏതപ്പത്തിൽ കൂടി? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന അപ്പത്തിൽ കൂടി. പരിശുദ്ധ ദൈവമാതാവ് വചനത്തെ ഉള്ളിലാക്കി ജഡത്തെ പ്രസവിച്ചെങ്കിൽ നമ്മൾ ആ മഹത്വീകരിക്കപ്പെട്ട കർത്താവ് മുറിച്ച് തൻ്റെ സ്വന്തം ശരീരമെന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ ഭക്ഷിപ്പീൻ എന്ന് പറഞ്ഞ് നമുക്ക് തന്ന ആ ശരീരത്തെ നമ്മൾ ഭക്ഷിച്ച്
വചനത്തെ പ്രസവിക്കുമ്പോൾ നമുക്ക് മാതാവിനോടൊത്തുള്ള സ്ഥാനം വരെ ലഭിക്കുന്നുവെന്ന് ഞാനല്ല, കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാരോ അവനാകുന്നു എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ മാതാവും. തന്നെ കേൾക്കുവാനായിട്ടും തൻ്റെ വചനം ഉൾക്കൊള്ളുവാനുമായിട്ടും കടന്നു വന്നിരിക്കുന്ന പുരുഷാരത്തെ കണ്ട് അവന് മനസ്സലിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ കർത്താവിൻ്റെ വചനത്തിന് അങ്ങനെ ഒരു മാസ്മര ശക്തിയുണ്ട്. ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുത്തും വന്ന് പത്രോസിനോടും അന്ത്രയോസിനോടും പറയുമ്പോൾ സകലതും വിട്ട് അവനെ അനുഗമിക്കണമെങ്കിൽ അവൻ്റെ വായിൽ നിന്ന് വന്ന വചനത്തിന് വേറൊരു മാസ്മരിക ശക്തിയുണ്ട്. പാപത്തിൽ മുഴുകി ജീവിച്ചിരുന്ന പാപിനിയായ സ്ത്രീയോട്, മകളെ, മേലാൽ ഇനി പാപം ചെയ്യരുത് എന്ന് അവൻ കൽപ്പിച്ചപ്പോൾ അവളുടെ ഉള്ളിലേക്ക് ആ വചനത്തിൽ കൂടി ഒരു ശക്തിയും കൂടി വന്നു. അതാണ് വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. വചനത്തിൻ്റെ ശക്തിയാലാണ് വചനം നമ്മുടെ ഉള്ളിൽ കയറേണ്ടത്. വചനം കേട്ടതുകൊണ്ടായില്ല. കേട്ട വചനം വിശ്വാസമാകണം. ആ വിശ്വാസം ശക്തിയായി പരിണമിക്കണം. എബ്രായർ 4:4 കേട്ട വചനം അവരുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരപ്രദമായില്ല. കേട്ട വചനം വിശ്വാസമാകുന്നു. വിശ്വാസം അത് ശക്തിയായി മാറും. അങ്ങനെ ശക്തിയായി മാറണമെങ്കിൽ കേട്ട വചനം എവിടെ നിന്ന് വരണം? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം വരുന്നത് കേൾവിയിൽ നിന്നാണ്. പക്ഷേ അത് ശക്തിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റേതായിരിക്കണം. അത് തിരിച്ചറിയാനുള്ള വിവേചന ശക്തി നമുക്ക് വേണം. സാത്താനും ദൈവിക വചനങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. സാത്താന് നമ്മളെക്കാളിൽ വേദപുസ്തകം അറിയാം, ദൈവിക വചനങ്ങളും അറിയാം. അതുകൊണ്ടാണ് കർത്താവ് അവനോട് പറയുന്നത്, ഇങ്ങനെയും എഴുതിയിട്ടുണ്ടല്ലോ, അത് നിനക്കറിയാമല്ലോ. അപ്പം അവനറിയാൻ വയ്യാത്ത കാര്യമല്ല. നമ്മളെക്കാളിൽ വേദശാസ്ത്രവും ക്രിസ്തുശാസ്ത്രവും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവും അവനുണ്ട്. പക്ഷേ അവൻ്റെ ഉള്ളിൽ അവനില്ല. അത്രയേ ഉള്ളൂ. കർത്താവ് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ 5000 പുരുഷന്മാരും അവരുടെ സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും ഏകദേശം 10,000-20,000 പേർ കൂടിയിരുന്ന ആ വലിയ മഹാസംഗമത്തിൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് വിശക്കുന്നുവെന്ന് കർത്താവിന് മനസ്സിലായി. അവന് മനസ്സലിഞ്ഞു. ഇതാണ് പറയുന്നത്, വചനത്തെ കേട്ടിരുന്നപ്പോൾ അവർ വിശപ്പറിഞ്ഞില്ല. കർത്താവാണ് ആദ്യം അവരുടെ വിശപ്പറിയുന്നത്. ഞാനെന്താണ് നിങ്ങളോടിപ്പോൾ പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? 3 ദിവസം വചനത്തെ കേട്ടിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ അവർ വിശപ്പറിഞ്ഞില്ല. കാരണം വചനത്തിൽ എന്തുണ്ടായിരുന്നു? അത് ക്രിസ്തുവിൻ്റെ വചനമാകിയാൽ അതിൽ ശക്തിയുണ്ടായിരുന്നു. ശക്തിയുള്ള വചനം ശ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ വിശപ്പോ ദാഹമോ അറിഞ്ഞില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ വിശപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതും അവരുടെ ശരീരത്തിന് ഇപ്പോൾ ഭക്ഷണം ആവശ്യമാണെന്നുള്ളതും വചനം കൊടുത്തുകൊണ്ടിരുന്നവൻ അറിഞ്ഞു, ഉടയവൻ അറിഞ്ഞു എന്നർത്ഥം. അതുകൊണ്ടാണ് എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾ ഭാരപ്പെടേണ്ട, അതൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം എന്ന് കർത്താവ് പറയുന്നത്. കാരണം മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ഈ ലോകത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും, അത് ഏറ്റവും ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ കർത്താവ് നമുക്ക് ക്രമീകരിച്ചു തരും. എല്ലാവരും തിന്നു തൃപ്തരായി. മാത്രമല്ല ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുക്കുകയും ചെയ്തു. ആ ഭാഗമാണ് താഴോട്ട് വേദഭാഗമായിട്ട് വായിക്കുന്നത്. അതൊന്നുകൂടെ വായിക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണസാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുപ്പീൻ.
നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കണം. ആത്മീയ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുവാനുള്ള ബാധ്യത മാമോദീസ വെള്ളം വീണിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കുമുണ്ട്. ആ കൊടുക്കേണ്ട ഭക്ഷണം ആത്മീയ ഭക്ഷണമാണ്. അവർ അവനോട് 5 അപ്പവും 2 മീനുമില്ല, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾക്ക് ആപ്പാടെ ദേവാലയത്തിൽ വരുവാനറിയാം, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുവാനറിയാം, കുറച്ച് ദൈവീയ പ്രമാണങ്ങൾ പാലിക്കുവാനും അറിയാം എന്നുള്ളതല്ലാതെ മറ്റൊന്നും അറിയില്ല. കർത്താവ് പറയുന്നു, നിങ്ങൾക്കറിയാവുന്നത് എൻ്റെ കയ്യിൽ കൊണ്ടുപോവാ, ഞാനതിനെ വർദ്ധിപ്പിച്ചു തരാം, പക്ഷെ കൊണ്ടുവരണം. നമ്മുടെ കയ്യിലുള്ളത് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കണം. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ അവൻ കൽപ്പിച്ചു. എന്തുകൊണ്ടാണ്? കാരണം കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്നവനെ അവൻ പച്ച പുൽപ്പുറങ്ങളിൽ വഴി നടത്തും. 23-ാം സങ്കീർത്തനത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട്. അവൻ നമ്മെ പച്ച പുൽപ്പുറങ്ങളിൽ നയിക്കും. അവൻ്റെ ആടുകളാണ് നമ്മൾ എവിടെ നിന്ന് ആത്മീയ ഭക്ഷണം കഴിക്കണമെന്നുള്ളതും ആത്മീയ ഭക്ഷണത്തിൻ്റെ പച്ചപ്പ് എവിടെയുണ്ടെന്നും അവനറിയാം. അപ്പം വെറുതെ എടുത്തങ്ങ് കൊടുക്കുകയല്ല, അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി. ഇതാണ് വിശുദ്ധ കുർബാനയിൽ പറയുന്നത്. അവൻ അപ്പം എടുത്ത് വാഴ്ത്തി, അതിനാണ് ബാറേക്ക് എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ബാറേക്ക് എന്ന് പറഞ്ഞാൽ വാഴ്ത്തി. ഖാദേശ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ചു. ഖസോ എന്ന് പറഞ്ഞാൽ മുറിച്ചു. അപ്പോൾ അത് മുറിക്കും, കുരിശാകൃതിയിൽ അത് മുറിക്കും. അതുകൊണ്ടാണ് ബാറേക്ക് ഖാദേശ് ഖസോ എന്ന് പറയുന്നത്. അത് കർത്താവ് കാണിച്ചു തന്നതാണ്. അവൻ സ്വർഗത്തിലേക്ക് നോക്കി, ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ശിഷ്യന്മാരാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ദൈവിക രഹസ്യങ്ങൾ അറിയുവാനും പ്രബോധിപ്പിക്കുവാനും അപ്പം നുറുക്കുവാനുമാണ്. പ്രബോധിപ്പിച്ച് അനേകരെ തൻ്റെ ദൈവരാജ്യത്തിലേക്ക് ആകർഷിക്കുവാനും മേശമേൽ അപ്പം നുറുക്കി ശുശ്രൂഷിക്കുവാൻ ശിഷ്യന്മാരെയാണ് ഏൽപ്പിച്ചത്. ദൈവമാതാവിനെ പോലെ ഏൽപ്പിച്ചിട്ടില്ല. മർക്കോസിൻ്റെ മാളികയിൽ കർത്താവ് ശിഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതായത് ചില കർത്താവിൻ്റെ അസൈൻമെൻറ്റ്സ് തൻ്റെ ശിഷ്യന്മാരെ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. അവർ ഭരമേൽപ്പിക്കുന്നവർ മാത്രം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. അപ്പം നുറുക്കാനും അപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനും ശിഷ്യന്മാരെയാണ് ഏൽപ്പിച്ചത്, വേറെ ആരെയും ഏൽപ്പിച്ചില്ല. അവിടെ സ്ത്രീകളും വേറെ പുരുഷന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, അവരെ ആരെയും ഏൽപ്പിച്ചില്ല. ഈ 12 പേരെ ഏൽപ്പിച്ചുള്ളൂ. അതായത് പ്രത്യേക നൽവരവും പ്രത്യേക അഭിഷേകവും ലഭിച്ചിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് അവകാശപ്പെട്ടതും അവർ മാത്രം ചെയ്യേണ്ടതുമായ കാര്യമാണ് അപ്പം വിതരണം. ശുദ്ധീകരിക്കുന്നത് അവൻ. ഒരു വിശുദ്ധ കുർബാന കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പുരോഹിതൻ അതെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജനത്തിന് വിഭാഗിച്ചു കൊടുക്കും. ആരെ കൊടുക്കുന്നു? കർത്താവിനെ കൊടുക്കുന്നു. ഒരു പുരോഹിതൻ മാതാവിന് തുല്യനാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ബലിപീഠത്തിന്മേൽ
അവൻ്റെ കാൽവറിയുടെ യോഗ്യതയാൽ ജനിപ്പിക്കുന്നവനാണ്. മാതാവ് കർത്താവിന് ജന്മം നൽകിയവനാണ്. പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് തൻ്റെ ആടുകളെ നയിക്കുവാൻ വിളിക്കപ്പെട്ട ശിഷ്യ സമൂഹമാണ് പൗരോഹിത്യവർഗം. അതിനായിട്ട് മർക്കോസിൻ്റെ മാളികയിലും അതുപോലെ തന്നെ ഒലിവുമലയിൽ താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായും ശിഷ്യന്മാരെ മാത്രമാണ് വിളിച്ചത്. അവരുടെ മേൽ ഊതി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ. ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്താതിരിക്കുന്നുവോ നിർത്താതിരിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഭൂലോകമൊക്കെയും സുവിശേഷം അറിയിക്കണം. എവിടെയായിരിക്കുന്നു അവിടെ എൻ്റെ ഭാവത്തെ പ്രദർശിപ്പിക്കണം എന്നർത്ഥം. എല്ലാവരും തിന്ന് തൃപ്തരായി. ഇത് കർത്താവിൻ്റെ സെഹിയോൻ മാളിയിലെ അപ്പം നുറുക്കൽ ശുശ്രൂഷയുടെ അടയാളമാണ്. അന്ന് അവൻ നുറുക്കിയ അപ്പം ഇന്ന് അതേ അപ്പം തന്നെയാണ് ഈ മേശമേൽ മുറുക്കുന്നത്, വേറൊരപ്പമല്ല. ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഭൗതികമായി നോക്കുമ്പോഴും അതിൻ്റെ കണ്ടിന്യൂവേഷനുണ്ട്. നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യത്തിൽ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന സാധനമല്ലല്ലോ. നമ്മൾ ഗോതമ്പ് കുഴച്ച് തലേന്ന് വെച്ച് പുളിപ്പ് ചേർത്ത് കുഴച്ച് വെച്ചത് രാവിലെ ആകുമ്പോൾ അത് അടിച്ച് കാച്ചി വേവിച്ച് അപ്പമായി കർത്താവിൻ്റെ തിരുശരീരങ്ങളായി ആഘോഷിക്കുവാൻ വേണ്ടി ബലിപീഠത്തിലേക്ക് എത്തുന്നു. എന്നാൽ ഈ പുളിപ്പ് എങ്ങനെയാണ്? വെറുതെ ഈസ്റ്റ് ചേർക്കുന്നതല്ലത്. ഈസ്റ്റ് ചേർത്തുണ്ടാക്കുന്നു, പുളിപ്പല്ല. വിശ്വസിക്കുന്നത് കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി ആദിമസഭയിലെ അപ്പത്തിൻ്റെ ഭാഗമായി ഓരോ അപ്പം ഉണ്ടാക്കുമ്പോഴും മാറ്റിവെക്കുന്ന പുളിപ്പ് ശേഷിപ്പിച്ച് ഇന്ന് വരെ എത്തിയെന്നാണ്. അതായത് ഇന്നലെ വൈകിട്ട് കുഴച്ചു വെച്ച ഗോതമ്പ് മാവിൻ്റെ ഒരംശം ഇന്ന് രാവിലെ അടിച്ച് കാച്ചുന്നതിന് മുമ്പായി മാറ്റിവെക്കും. എന്നിട്ട് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത വിശുദ്ധ കുർബാനയ്ക്ക് അപ്പമുണ്ടാക്കുന്നതിന് അത് കുഴച്ച് വയ്ക്കുന്നതിന് മുമ്പായി ഈ പുളിപ്പ് വെള്ളത്തിൽ ചേർത്ത് ഇതിനോട് ചേർത്ത് കുഴയ്ക്കും. അങ്ങനെയാണ് ആ മാവ് പുളിക്കുന്നത്, വേറൊന്നും ചേർക്കുന്നതല്ല. അപ്പോൾ ഈ പുളിപ്പ് ആദിമസഭ മുതലേ കൈമാറി വന്നതാണെന്ന് സഭ വിശ്വസിക്കുന്നു. അതായത് ഭൗതികമായി നോക്കുമ്പോഴും ഈ പുളിപ്പ് ആ അപ്പത്തിന്മേലുണ്ട്. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശമാണ്. അതായത് ഒരു സ്ത്രീ ആ മാവിൽ അല്പം പുളിപ്പിട്ടു, പിന്നത് മാവ് മുഴുവനും പുളിച്ചു. നിങ്ങൾ ലോകത്തിൻ്റെ പുളിപ്പാകുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗീയ രാജ്യത്തിൻ്റെ പുളിപ്പ്. അത് ലോകം മുഴുവനും ചെല്ലുന്നിടമെല്ലാം ക്രിസ്തുവിൻ്റെ സമാധാനം കൊണ്ട് നമ്മൾ ലോകത്തെ നിറയ്ക്കുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ പുളിപ്പും കൂടെയാകും. എന്നാൽ പുളിപ്പ് സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയും പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ വിശദമായി നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പുളിച്ചമാവ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. സ്വർഗീയ രാജ്യത്തിൻ്റെ പുളിച്ചമാവുണ്ട്, ഹെരോദാവിൻ്റെ പുളിച്ചമാവുണ്ട്. എന്താണ് ഹെരോദാവിൻ്റെ പുളിച്ചമാവ്? ഹെരോദാവിൻ്റെ പുളിച്ചമാവ് സൂക്ഷിച്ചുകൊള്ളുവാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ബി അലേർട്ട് ഓൺ ദാറ്റ്. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ മാവ് സൂക്ഷിച്ചുകൊള്ളുവെന്ന് പറഞ്ഞാൽ കീപ്പ് ദാറ്റ് എന്നാണ്. കീപ്പ് ദാറ്റ്, അത് സൂക്ഷിക്കണം, നമ്മുടെ കയ്യിലുണ്ടാവണം സ്വർഗരാജ്യത്തിൻ്റെ പുളിച്ചമാവ്. എന്നാൽ ഹെരോദാവിൻ്റെ പുളിച്ചമാവ് ഷുഡ് ബി അലേർട്ട് ഓൺ ദാറ്റ്. അലേർട്ട് അതെന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വീണ്ടും പറയുകയാണ്. അതായത് ഹെരോദാവിന് ഒരു സ്വഭാവമുണ്ട്. ഹെരോദാവിന് യോഹന്നാൻ സ്നാപകനെ വലിയ ഇഷ്ടമാണ്, യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേൾക്കാനും ഇഷ്ടമാണ്. പക്ഷെ വൈകിട്ട് മ്ലേച്ഛമായ കാര്യങ്ങളിൽ മദ്യപാനം, വെറിക്കൂത്ത്, ലൈംഗികമായ ചേഷ്ടകൾ, ഇവയിലൊക്കെ ആസക്തിയും സന്തോഷവും കാണുന്നവനാണ്. ഒരേ സമയത്ത് തന്നെ
പകല് യോഹന്നാൻ പ്രസംഗം കേൾക്കും, രാത്രി പോയി മ്ലേച്ഛപരമായ കാര്യങ്ങൾ. ഇതൊരു പുളിച്ചമാവാണ്, നാറുന്ന പുളിപ്പാണ്. നമ്മളങ്ങനെയാണോ എന്ന് ആലോചിക്കണം. പകല് മൊത്തവും മാന്യൻ, രാത്രിയിൽ രഹസ്യമായി നമ്മൾ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നുണ്ടോ? അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. അങ്ങാടിയിൽ വന്ദനവും, പള്ളിയിൽ മുഖ്യാസനവും, അത്താഴത്തിൽ പ്രധാന സ്ഥലവും, മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതൊക്കെ നമുക്ക് പ്രിയമാണ്. പക്ഷേ രാത്രിയാമങ്ങളിൽ കസീനോകളിലും ചീട്ടുകളി പ്രസ്ഥാനങ്ങളിലും മദ്യപാനശാലകളിലും വേശ്യാശയനമോഹങ്ങളിലും പൊണോഗ്രഫിയിലും ഒക്കെ അടിമപ്പെട്ട് കഴിയുകയും കർത്താവ് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ പുളിപ്പിച്ച് നാറ്റിച്ച് കളയുകയും ചെയ്യുന്ന ആ പുളിപ്പ് നിങ്ങൾ ബി അലേർട്ട് ഓൺ ദാറ്റ്. കൊടിയ കെടുതികൾ പിന്നാലെ വരുന്നുണ്ട്. അത് അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന പാക്കേജാണ്. എസ്പെഷ്യലി pornography is the iconography of Satan and the evil world. Pornography is the iconography. We have seen a lot of icons in this chapel, beautifully arranged, beautifully done. Why? Because this is creating a magnificency of heavenly feel when you look at it. അത് നമുക്ക് ഉള്ളിൽ സ്വർഗീയ ആനന്ദം കൊണ്ടുവരുമ്പോൾ മ്ലേച്ഛമായ അശ്ലീലമായ ചിന്തകൾ, വ്യാപാരങ്ങൾ, ചിത്രങ്ങൾ, സിനിമകൾ, they are iconography of direct evil world. Be alert on that. അടിമപ്പെട്ടു പോയാൽ ഊരി വരുവാൻ പ്രയാസമാണ്. സൂക്ഷിച്ചുകൊള്ളണം. എന്തു വേണം? വചന ഉള്ളിലേക്ക് കയറണം. അപ്പം നുറുക്കി കർത്താവ് തന്നത് ഭക്ഷിക്കണം. അതിൽ നിന്ന് ഫലങ്ങളുണ്ടാവണം. ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ ജീവവൃക്ഷമാണ് ഉള്ളിൽ വരുന്നത്. ഞായറാഴ്ച പാമ്പാക്കട രാത്രി നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനയിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥനയുണ്ട്. പിതാവാം ദൈവമേ, നീ എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ജീവവൃക്ഷമായ മെശിഹാ തമ്പുരാനെ എന്നിൽ കാണുവാനും എൻ്റെ ഉള്ളിൽ കാണുവാനും അതിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഫലങ്ങളെ കണ്ട് സന്തോഷിപ്പാനും നിനക്കിടയാകണമേ എന്ന്. അതായത് മാമോദീസായിൽ നമ്മൾ നട്ടിട്ടുള്ള ജീവവൃക്ഷം കർത്താവായ യേശു മിശിഹ ഏദൻ തോട്ടത്തിൻ്റെ മധ്യത്തിൽ നട്ടപ്പെട്ട ജീവവൃക്ഷം. പർദീസ മധ്യേ നട്ടോരേദൻ തന്നിലെ ജീവവരം. ഇതൊക്കെ വെള്ളിയാഴ്ച നമ്മൾ പാടുന്നുണ്ട്. ആ പർദീസ എവിടെയാണ്? നമ്മുടെ ഹൃദയമാവുന്നു. നമ്മുടെ ശരീരവും നമ്മുടെ ദേഹിയും ആത്മാവും അതിൻ്റെ മധ്യത്തിൽ, നമ്മുടെ ആത്മാവിൻ്റെ മധ്യത്തിൽ തന്നെ ആര് നിൽക്കുന്നു? കർത്താവിൻ്റെ ജീവവൃക്ഷം, അതായത് കർത്താവ് തന്നെ നിൽക്കുന്നു. അവനെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആ ജീവവൃക്ഷത്തിൽ നിന്നാണ് ഫലം വരുന്നത്. ആത്മാവിൻ്റെ ഫലം എന്നല്ലേ പറയുന്നത്, ഞാനുണ്ടാക്കുന്നതല്ലല്ലോ. ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ്, സന്തോഷമാണ്, സമാധാനമാണ്, ദീർഘക്ഷമയാണ്, ദയയാണ്, പരോപകാരമാണ്, സൗമ്യതയാണ്, ഇന്ദ്രിയജയമാണ്. 9 ഫലം. ഈ ഫലം ആത്മാവിൻ്റേതാണ്. ആത്മാവിൻ്റേതാകണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ഫലം അതാണെങ്കിൽ അവിടെ ആര് നഷ്ടപ്പെടണം? ജീവവൃക്ഷം. ഫലം വൃക്ഷത്തിൽ നിന്നല്ലേ വരത്തുള്ളൂ. ഫലം വൃക്ഷത്തിൽ നിന്നേ വരത്തുള്ളൂ. ആ വൃക്ഷം ഏതാണ്? ജീവവൃക്ഷമായ മെശിഹാ തമ്പുരാൻ. അവൻ അപ്പം നമുക്ക് തന്നിരിക്കുന്നു. ആ അപ്പം തിന്ന് തൃപ്തരായ ജനങ്ങൾ യഥാർത്ഥ അപ്പായ മെശിഹാ തമ്പുരാനെ തിരിച്ചറിയാതെ അപ്പം തിന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതെന്ന് കർത്താവ് തന്നെ അവരോട് പറയേണ്ടി വന്നു. ലോകത്തിൻ്റെ വ്യാപാരങ്ങൾക്കായിട്ട് കർത്താവിനെ അന്വേഷിച്ചാൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ, ഞാനും. ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ
പ്രത്യാശ വെച്ചിരിക്കുന്നവനാണ് എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. അതുകൊണ്ട് ഇന്നത്തെ ഈ ആരാധനയിൽ കർത്താവെ, നിന്നെ ഭക്ഷിച്ച് ജീവവൃക്ഷമായ നിന്നെ അവിടെ ഞങ്ങൾ അതിനെ വാട്ടിക്കളഞ്ഞെങ്കിൽ, കർത്താവിൻ്റെ ഭാവം ഞങ്ങളില്ലാതെ പോയെങ്കിൽ, ഒറ്റ രാത്രി കൊണ്ട് അഹ്റോൻ്റെ വടി തളർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയമാകുന്നു ഞങ്ങളുടെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജലനദികൾ വീണ്ടും തളിച്ച് ആ മരത്തെ തളിർപ്പിച്ച് എൻ്റെ ആത്മാവ് ജീവവൃക്ഷത്തിൽ ഫലം കായ്ക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. توبيهون لبديتوب مودو ثمورهم مشكاهلهن كادرين وبكر مفولهين وسر هازو ومشامشلهن ذالي وامي من سفر لرمشو أبو مسمك فالوحو وبرم شامش الهون ركض شوفار كليتو كليليهن قوذلو هاليلويا سوي مبارشي